ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ എല്ലാവർക്കും ഇഷ്ടമാകുന്ന സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ 65 ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ 1/2 കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്താണ്. നമുക്കിതിലോട്ട് കുറേ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. നമുക്ക് ഇതിലോട്ട് അധികം പുളിയില്ലാത്ത തൈര്, അതാണ് നമുക്ക് വേണ്ടത്. കുറച്ച് പുളി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കുറച്ചാണ് ചേർക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂണൊക്കെ എടുത്തിരിക്കുന്നത്. നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് അധികം ജലാംശം ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുട്ടയാണ് ചേർക്കുന്നത്. നമുക്ക് ഫൈനലായിട്ട് കുറച്ച് പൊടികൾ കോട്ടിങ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട ചേർക്കുന്നത്. ഇനി സ്പെഷ്യൽ മസാലക്കൂട്ടായിട്ടുള്ള 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ സാദാ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലോട്ട് ഒരു ചെറിയ മുറി നാരങ്ങയാണ്. നാരങ്ങയുടെ ജ്യൂസ് എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് ആകാനുള്ള പല കാര്യങ്ങൾ, തൈര്, നാരങ്ങ നീരെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ സ്പൈസസ്: 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ സാദാ ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർക്കാം. കാശ്മീരി ചില്ലി നല്ല കളറുള്ള ചേർത്ത് കൊടുത്താൽ നമ്മുടെ റെസിപ്പിക്കും നല്ലൊരു കളർ കിട്ടും. സാധാരണ ഹോട്ടലുകളിലൊക്കെ എഡിബിൾ കളറ്, കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കളറ് ചേർക്കാറുണ്ട്, ഒരു അട്രാക്ഷനൊക്കെ കിട്ടാനായിട്ട്. അപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇത് എത്ര നേരം വെക്കുന്നോ അത്ര നല്ല രീതിയിൽ രുചികരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ അധികം വാട്ടർ കണ്ടൻറ്റ് വരണ്ട. നമുക്ക് കുറച്ച് തൈര് ബാക്കിയുണ്ടത് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം, മിനിമം 1 മണിക്കൂറെങ്കിലും, മാക്സിമം ഒരു 4 മണിക്കൂറൊക്കെ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇത് വെച്ച ശേഷം നമുക്ക് ബാക്കി കോട്ടിങ്ങും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. വെയിറ്റ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മൈദ, 2 ടീസ്പൂൺ കടലമാവ്, 2 ടീസ്പൂൺ കോൺഫ്ലോർ, ഇതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 10 മിനിറ്റ് വെച്ച ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പിലയുടെ മുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഈ എണ്ണയിലോട്ട് ഇറങ്ങാനാണ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുന്നത്. കറിവേപ്പിലയും പച്ചമുളകും വറുത്ത് മാറ്റി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം.
നമുക്ക് ഉള്ളൊക്കെ ശരിക്കും വെന്ത് കിട്ടാനായിട്ട് മീഡിയം തീയിലിട്ട് വറുത്തെടുക്കാം. രുചികരമായ നല്ല കോട്ടിംഗ് ഒക്കെ ഉള്ള ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വിശേഷാവസരങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.